എല്ലാവർക്കും മൊബൈൽ ആൻഡ് ട്രിക്സിന്റെ പുതിയ രചനയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു ഡിവൈസും ഇല്ലാതെ 360 ഡിഗ്രി ഫോട്ടോ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് എങ്ങനെ എടുക്കാമെന്നതാണ്. തുടക്കത്തിൽ ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കുന്നു, ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും കണ്ടില്ലെങ്കിൽ അതൊരു നഷ്ടം തന്നെയായിരിക്കും. കാരണം ഇതൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ആപ്ലിക്കേഷൻ വളരെയധികം ഉപയോഗപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. 360 ഡിഗ്രിയിൽ ഫോട്ടോ എടുക്കുക മാത്രമല്ല, ആ 360 ഡിഗ്രി ഫോട്ടോ എങ്ങനെ ഗൂഗിളിൽ പബ്ലിഷ് ചെയ്യാമെന്നുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുവാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂ എന്ന ആപ്ലിക്കേഷൻ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം. അല്ലെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആപ്ലിക്കേഷന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കാണുവാൻ സാധിക്കുക. ഇവിടെ സ്കിപ്പ് അടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് കാണുവാൻ സാധിക്കും. ഏറ്റവും താഴെ ഭാഗത്ത് ഒരു ക്യാമറയുടെ ഐക്കൺ കാണുവാൻ സാധിക്കും, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്യാമറ എന്ന ഒരു ഓപ്ഷൻ കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങളുടെ GPS ഓൺ ചെയ്യാൻ കാണിക്കും. ഇവിടെ ഓക്കെ കൊടുക്കാം, ഇവിടെ അലോ കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് ഫോട്ടോ സ്റ്റോറേജ് ലൊക്കേഷൻ എന്ന് പറഞ്ഞ് കാണുവാൻ സാധിക്കും. ഇവിടെ ഡോണ്ട് ഷോ ദിസ് അഗൈൻ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഓക്കെ കൊടുക്കുക. അതിനുശേഷം താഴത്തെ ബട്ടണിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. ക്യാമറയുടെ ഐക്കണിൽ ക്യാമറ ഓപ്പൺ ചെയ്യുക. ഇവിടെ ഓപ്പൺ ക്യാമറ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ 360 ഡിഗ്രിയിൽ ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി സെൻറ്ററിൽ കാണുന്ന ഓറഞ്ച് ബട്ടണിൽ കറക്റ്റായി ഫോക്കസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ക്യാപ്ചർ ആവും. അതിനുശേഷം 360 ഡിഗ്രി ലഭിക്കുവാൻ വേണ്ടി നിങ്ങളുടെ ഫോൺ റൊട്ടേറ്റ് ചെയ്ത് നിങ്ങളുടെ ചുറ്റുമുള്ള ഫോട്ടോസ് ഇങ്ങനെ ക്യാപ്ചർ ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒരു ഓറഞ്ച് ഐക്കൺ കാണുവാൻ സാധിക്കും. അതിൽ കറക്റ്റായി ഫോക്കസ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കുവാൻ സാധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ചുറ്റും ഇങ്ങനെ ഫോട്ടോസ് നിങ്ങൾക്ക് എടുക്കുവാൻ സാധിക്കും. ഏകദേശം ഒരു 20 ഫോട്ടോസിന്റെ അടുത്ത് എടുക്കേണ്ടി വരും. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ നിങ്ങൾ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ഫോട്ടോസ് എടുക്കുക. ഇങ്ങനെ നിങ്ങൾ ഓരോ ഫോട്ടോ എടുത്തതിന് ശേഷം ഏറ്റവും താഴത്തെ ഫോട്ടോ എടുത്തു കഴിയുമ്പോൾ ഗ്രീൻ ടിക്ക് കാണുവാൻ സാധിക്കും. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫോട്ടോ അറേഞ്ച് ചെയ്തതായി കാണുവാൻ സാധിക്കും. കാരണം നമ്മളെടുത്ത ഫോട്ടോസ് ഫുള്ള് ഡിസോർഡർ ആയിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. ഇത് ഫുള്ള് അറേഞ്ച് ചെയ്യുകയാണ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് അവർ അറേഞ്ച് ചെയ്തോളും. കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. ഫോട്ടോസ് എല്ലാം അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. നിങ്ങൾ അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. എല്ലാ ഫോട്ടോസും ഇപ്പോൾ ഓൾറെഡി അറേഞ്ച്ഡ് ആയിരിക്കുകയാണ്. നിങ്ങൾക്കിവിടെ കാണാം, വളരെ മനോഹരമായി നമുക്ക് നമ്മുടെ ഫോൺ ഉപയോഗിച്ച് 360 ഡിഗ്രി പിക്ചർ നിർമ്മിക്കുവാൻ സാധിക്കും. വളരെ കൃത്യമായിട്ട് നമ്മൾ എങ്ങനെ ഒരു 360 കാണുന്നു അതുപോലെ തന്നെ നമുക്ക് ഫോൺ ഉപയോഗിച്ച് കാണുവാൻ സാധിക്കും. ഞാനിവിടെ ജസ്റ്റ് വണ്ടി ഒന്ന് സൂം ചെയ്ത് നോക്കുകയാണ്. നിങ്ങൾക്കിവിടെ കാണാം, റോഡിലൂടെ പോകുന്ന വണ്ടി അടക്കം കറക്റ്റ് സൂമിങ്ങിലൂടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ പിക്ചർ കൈ കൊണ്ട് ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ കാണുവാൻ സാധിക്കും. അല്ലാതെ തന്നെ ഏറ്റവും മുകളിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. ഏറ്റവും മുകളിൽ കാണുന്ന ആരോ പോലത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മൊബൈൽ ഇങ്ങനെ നീക്കിയാൽ മതി. ചുറ്റിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളത് കാണുവാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ എടുത്ത 360 നിങ്ങൾക്ക് അതേപോലെ തന്നെ കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് VR ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് VR വെച്ച് ഇവിടെ അതിൻ്റെ തൊട്ട് അപ്പുറത്തുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ VR എഫക്റ്റിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. നിങ്ങൾക്കിവിടെ കാണാം VR എഫക്റ്റിൽ, അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ കാണുവാൻ സാധിക്കും. അടുത്തതായി ഈ ഫോട്ടോ എങ്ങനെ ഗൂഗിളിൽ പബ്ലിഷ് ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി താഴത്ത് നിന്ന് മുകളിലേക്ക് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ പബ്ലിഷ് ടു ഗൂഗിൾ മാപ്സ് എന്ന് പറഞ്ഞ് കാണുവാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്താൽ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്കിവിടെ പബ്ലിഷ് ഓവർ വൈഫൈ എന്ന് കാണുവാൻ സാധിക്കും. അത് ഡിസേബിൾ ആക്കി ഇടുക. അതിനുശേഷം ബാക്ക് അടിക്കുക. നിങ്ങൾക്കിവിടെ പബ്ലിഷ് ചെയ്യാം. പബ്ലിഷ് കൊടുക്കുക. ഓക്കെ,
ഇവിടെ പബ്ലിഷ് ആവുന്നത് കാണുവാൻ സാധിക്കും. കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. ഇവിടെ ഫോട്ടോ ഗൂഗിളിൽ പബ്ലിഷ് ആയിരിക്കുകയാണ്. അടുത്തതായി 360 ഫോട്ടോ നിങ്ങളുടെ ഫോണിൽ എവിടെയാണ് സേവ് ചെയ്തിരിക്കുന്നതെന്ന് അറിയുവാൻ വേണ്ടി നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ ഫോട്ടോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ചിലപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഓൾറെഡി ഉണ്ടാകും, ഇല്ലെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് ഗൂഗിൾ ഫോട്ടോ എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഓപ്പൺ ചെയ്ത് നോക്കുക. ലെഫ്റ്റ് സൈഡിൽ ഒരു 3 ലൈൻസ് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്കിവിടെ ഡിവൈസ് ഫോൾഡേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്കിവിടെ പനോരമ എന്ന് പറഞ്ഞ് കാണുവാൻ സാധിക്കും, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ രണ്ടാമത്തെയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നിങ്ങൾക്ക് സെന്ററിൽ ക്ലിക്ക് ചെയ്യാം. നിങ്ങളെടുത്ത 360 ഫോട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് എഡിറ്റ് ഒക്കെ ചെയ്യാൻ സാധിക്കും. എഡിറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെറുതായി ഇത് എഡിറ്റ് ചെയ്തു. കുറച്ച് ഗ്രീൻ കളർ കൂടിയുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണുവാൻ. നിങ്ങൾക്ക് ഇത് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. ഈ ആപ്ലിക്കേഷന്റെ ഉപയോഗം എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ പ്രോപ്പർട്ടി വിൽക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് സ്ഥലത്തിന്റെ 360 പിക്ചർ നമുക്ക് കാണിച്ചു കൊടുക്കുവാൻ സാധിക്കും. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ യാത്ര ചെയ്ത സ്ഥലം മറ്റുള്ളവരെ കാണിക്കുവാനെല്ലാം നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കും. നമ്മുടെ ഫോണിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഒരു ആപ്ലിക്കേഷൻ ആണ് ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂ. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഈ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള സന്മനസ് കാണിക്കുക. നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മൊബൈൽ ആൻഡ് ട്രിക്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു അറിവുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.